ഹായ് ഓൾ, നീറ്റ് 2024-ൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ സൈലം നീറ്റ് ചാനലിലൂടെ നൽകുന്നുണ്ട്. കുറേ അപ്ഡേറ്റ്സ് നിങ്ങൾ ന്യൂസ് ചാനലിലൂടെ തന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിപ്പം കോർട്ട് ഹിയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു റീനീറ്റിൻ്റെ ഡിമാൻഡിങ് കണ്ടീഷൻസൊക്കെ സുപ്രീം കോടതി അനലൈസ് ചെയ്തിട്ട് ഉടനെ തന്നെ ന്യൂസിലായിട്ട് പറയും. സോ അത് പാരലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഫോളോ അപ്പ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ പാരലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് റീനീറ്റിൻ്റെ കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ കൺഫർമേഷൻ ആയിട്ടില്ല. കൺഫർമേഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യും. എങ്ങനെയാണ് ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ നിലവിൽ ഉള്ള സാഹചര്യങ്ങളിൽ എങ്ങാനും നമുക്കിപ്പം കേരള റാങ്ക് ലിസ്റ്റ് വരികയും അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു സ്റ്റെപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യം പ്രയോറിറ്റി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഇത് നമ്മൾ ഓൾറെഡി ചാനൽസിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ ചാനൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മെഡിക്കൽ കോഴ്സുകൾ, അതായത് MBBS BDS അല്ലാതെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും നീറ്റ് സ്കോർ വഴി അഡ്മിഷൻ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആയുർവേദിക്, ഹോമിയോപ്പതി, അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഫോറസ്ട്രി, ഫിഷറീസ്, ഇങ്ങനെ ഒരു 6-7ഓളം അനദർ കോഴ്സുകളും ശരിക്കും കേരളത്തിൽ നീറ്റിൻ്റെ സ്കോർ വഴി കീമിൻ്റെ റാങ്ക് വഴി അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു കട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി ഒരു റേഞ്ചാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കട്ട് ഓഫ് ആണ്. അതായത് കഴിഞ്ഞ വർഷം 2023 തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് റേഞ്ച് ഓഫ് സ്കോർ വഴിയാണോ കയറിയത് അതിൽ നിന്നും ഒരു 10-20 മാർക്കിൻ്റെ ഡിഫറൻസ് വെച്ച് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുന്നതിന് ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ MBBS-നോ BDS-നോ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുന്നത് ശരിക്കും അത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജേണി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും ശരിക്കും ഒരു നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പല റേഞ്ചിലുള്ള മാർക്കുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഇത് വെച്ചാണ് ശരിക്കും നമ്മൾ കട്ട് ഓഫിൻ്റെ ഒരു ഏരിയ നടത്തുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തി അങ്ങനെ ഇറ്റ്സ് നോട്ട് എ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആക്ച്വലി. ശരിക്കും കട്ട് ഓഫ് പ്രഡിക്ഷൻ ഇങ്ങനെയുള്ള ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് നമ്മൾ ചെയ്യുന്നത് ശരിക്കും എന്തിനു വേണ്ടിയാണ്? ഒരാൾ ഈ ഒരു മാർക്ക് റേഞ്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അങ്ങോട്ട് ഐക്കർ വഴി ഓൾ ഇന്ത്യയിൽ നിന്നും ഐക്കർ വഴി വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ശരിക്കും നിങ്ങൾക്ക് കീമിൻ്റെ സ്കോർ വഴി നിങ്ങൾക്ക് കയറാൻ, അല്ലെങ്കിൽ നീറ്റിൻ്റെ സ്കോർ വഴി കീം റാങ്ക് വഴി കയറാനുള്ള അവസരമാണ് ശരിക്കും ഇതിലൂടെ കിട്ടുക. അപ്പോൾ നമുക്ക് അറിഞ്ഞിടാത്ത കുറച്ച് പോസിബിലിറ്റീസിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ആ റേഞ്ചിൽ സ്കോർ ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് ആ റേഞ്ചിലുള്ള ഒരു മാക്സിമം നിങ്ങൾക്കിത് നിങ്ങളുടെ ഒരു അനാലിസിസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ നിന്നും കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെൻറ്റിൽ നിന്ന് നടത്തിയ ഒരു ഡാറ്റ അനാലിസിസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് ഓരോ ബ്രാഞ്ചുകളായി തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആയുർവേദിക്കാണ്. ആയുർവേദിക് BAMS ആണ്. ആക്ച്വലി BAMS-ന് നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും. BAMS-ന് പ്രധാനമായി 1, 2, 3, 4, 5 5 ഗവൺമെൻറ് കോളേജുകളാണ് ആയുർവേദിക് കോളേജുകൾ. അതിൽ ഏറ്റവും കട്ട് ഓഫ് വരുന്നത് ശരിക്കും കോട്ടയ്ക്കലുള്ള നമ്മുടെ VPSV കോളേജാണ്, ആയുർവേദ കോളേജാണ് കോട്ടയ്ക്കലുള്ളത്. എന്നാലും ഈ 5 കോളേജും ബാക്കി ഫുള്ള് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കൊക്കെ ആയുർവേദിക് അഡ്മിഷൻ ആക്ച്വലി നിങ്ങൾക്ക് 200 റേഞ്ചിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതേ ഉള്ളൂ. പക്ഷേ അതല്ല, നമ്മൾ മെയിൻലി ഗവൺമെൻറ് കോളേജസ് ആണ് നോക്കുന്നത്. ഗവൺമെൻറ് കോളേജസ് നോക്കുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആയുർവേദിക് സയൻസിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 429-നും 473-നും ഇടയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ കണ്ടപ്പോൾ ആയുർവേദിക് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500-നും 550-നും ഇടയിൽ റേഞ്ച് ആയിരുന്നു ജനറൽ കട്ട് ഓഫ് വന്നത്. പക്ഷേ അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും കട്ട് ഓഫ് ഭയങ്കരമായി കുറയുന്നൊരു കാഴ്ചയാണ് ശരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചൊക്കെ ആണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആയുർവേദിക് സയൻസിൻ്റെ ആയുർവേദിക് കോഴ്സുകൾ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഇത് തേർഡ് അലോട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ദാറ്റ് ഈസ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ കോഴ്സുകളാണ്. സോ BAMS, BPharm ആക്ച്വലി കീം വഴിയാണ്, കീം സ്കോർ, കീമിൻ ഇൻഡെക്സ് മാർക്ക് വഴിയാണ്. നമുക്കിനി അഗ്രികൾച്ചറിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ. ഇതാണ് ഞാൻ പറഞ്ഞത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ആക്ച്വലി KAUവിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ വെറൈറ്റി ഓഫ് അഗ്രികൾച്ചർ കോഴ്സുകളാണ് ശരിക്കും, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ശരിക്കും KAU ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പുതിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ശരിക്കും KAU വഴി വന്നിട്ടുണ്ട്. ഒരുപാട് റിസർച്ചുകൾ നടത്തുന്ന
വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി KAU എന്ന് പറയുന്നത്. സോ അവരുടെ കീഴിലുള്ള അഗ്രികൾച്ചറൽ കോളേജുകൾ, ശരിക്കും 4 കോളേജുകൾ ശ്രദ്ധിക്കാം, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കാസർഗോഡ് ആൻഡ് വയനാട്ടിലുള്ളത്. അവിടെയും പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വേണ്ടത് തൃശ്ശൂർ തന്നെയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അഗ്രികൾച്ചർ കോഴ്സുകൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ തേർഡ് അലോട്ട്മെൻറ്റിൽ 475-നും 543-നും ഇടയിലാണ് തേർഡ് അലോട്ട്മെൻറ്റ് കട്ട് ഓഫ് വന്നത് ആക്ച്വലി കഴിഞ്ഞ വർഷം. 473, 5 and 543. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാർക്കിനേക്കാളും പ്രധാനമായ റാങ്കാണ് ശരിക്കും നമുക്ക് പ്രാധാന്യം. അപ്പോൾ ഈ സ്കോർ റേഞ്ചിൽ റാങ്കിൻ്റെ എത്രത്തോളം കൂടുതലാണ് അത്രയും അവിടെ വേരിയേഷൻ വരും. എന്നാൽ പോലും നിങ്ങൾക്ക് ഇതൊരു തരം ഒരു ഡാറ്റയായിട്ട്, ഒരു ബേസായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. 475 to 540 തന്നെ. പക്ഷേ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഏകദേശം ഒരു 550 എബോവ് ആണ് അഗ്രികൾച്ചർ വന്നത്, അല്ലെങ്കിൽ 550 റേഞ്ചിലായിരുന്നു. എന്നാൽ അതിൽ നിന്നും ചെറിയ രീതിയിൽ, ഇത് ജനറൽ ആണ് കേട്ടോ, ഇത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കട്ട് ഓഫ് ആണ്, സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് ആണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് വെറ്റിനറി സയൻസ് ആണ്. വെറ്റിനറി സയൻസും വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. വെറ്റിനറി സയൻസിന് നമ്മുടെ കേരളത്തിലെ തേർഡ് അലോട്ട്മെൻറ്റ് 2 പ്രധാനപ്പെട്ട കോളേജുകളിലേക്കുള്ള കട്ട് ഓഫ് റാങ്ക് നിങ്ങൾ നോക്കിയാൽ 5098-ഉം 6722-ഉമാണ്. അതിനിടയിൽ വന്ന സ്കോർ റേഞ്ചും കൊണ്ട് നോക്കാം. പക്ഷേ ഈ വർഷം അതിൽ നിന്നും വലിയൊരു മാറ്റങ്ങൾ ശരിക്കും ഈ വർഷം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തേർഡ് അലോട്ട്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. കോളേജ് ഓഫ് വെറ്റിനറി ആനിമൽ സയൻസസ് മണ്ണുത്തിയും അതേപോലെ പൂക്കോടുമാണ്. നമുക്ക് രണ്ടും നോക്കാം. ദാറ്റ് ഈസ് തേർഡ് അലോട്ട്മെൻറ്റിൽ റേഞ്ച് എന്ന് പറയുന്നത് 534-നും 557-നും ഇടയിലായിരുന്നു സ്കോർ റേഞ്ച്. അത് ഈ വർഷം വരുമ്പോൾ 540-നും 570-നും ഇടയിലൊക്കെ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇവിടെ ജനറൽ കാറ്റഗറി. മറ്റേതാകുമ്പോൾ തന്നെ പിന്നെ താന്നുകൊണ്ടിരിക്കും. അതാണ് വെറ്റിനറി സയൻസിൽ കാണുന്ന ഒരു വ്യത്യാസം. ഇനി നമുക്ക് ഫിഷറീസിലേക്ക് വരാം. ഫിഷറീസ് പനങ്ങാടും പയ്യന്നൂരുള്ള കോളേജസിൻ്റെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് സ്കോർ നോക്കിയാൽ 363-നും 410-നും ഇടയിലാണ്. എന്നാലും ഒരു 20 ഡിഫറൻസ് നോക്കിയാൽ പോലും 420 to 380 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇതാണ് ഫിഷറീസിൽ 2 കോളേജസിലേക്ക് കഴിഞ്ഞ വർഷം കയറിയ റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം ഫിഷറീസ് കഴിഞ്ഞ് ഹോമിയോപ്പത്തിക് സയൻസ് ആണ്. ഹോമിയോപ്പത്തിയിൽ കോഴിക്കോട് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ, അതായത് ഏറ്റവും കുറഞ്ഞ ചെറിയ റാങ്ക് വേണ്ടത് 11,776 ആയിരുന്നു. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് റാങ്ക് നോക്കാം. തേർഡ് അലോട്ട്മെൻറ്റിൽ ഹോമിയോപ്പത്തിക്കിൻ്റെ ഇതിൽ 368-നും 468-നും ഇടയിലാണ് സ്കോർ റേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കോപ്പ് ഉണ്ടെന്നാണ് അർത്ഥം ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജുകളിലേക്ക്. നെക്സ്റ്റ് ബിടെക് ബയോടെക്നോളജിയാണ്. കീം വഴി നീറ്റ് വഴി ഓഫർ ചെയ്യുന്ന ബിടെക് കോഴ്സാണ്. അത് 17,863 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 389 ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ കയറിയ സ്കോർ. ഒരു 400 റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് സേഫാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സെക്യൂർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കോഴ്സുകളിലേക്ക് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടെ വെച്ചിരിക്കും. കാരണം ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം കുറേ പേരൊക്കെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് റിപ്പീറ്റിനൊക്കെ പോയൊരു സമയമായതുകൊണ്ടാണ് കുറേ സീറ്റുകൾ എന്ത് ചെയ്തത് അവിടെ ഫില്ലായി ബാക്കി ഇതിലേക്ക് വന്നത്. അപ്പം അങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആണ്, അവിടെ ശ്രദ്ധിക്കണം. പിന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് മാനേജ്മെൻറ്റ് കേരള, അവിടെ 23,239 ആയിരുന്നു കോർപ്പറേഷൻ ബാങ്കിങ്ങിൻ്റെ കേസിൽ. നിങ്ങൾ നോക്കിയാൽ 322-ൻ്റെ ഇടയിലാണ്. ആ ഒരു റേഞ്ചിൽ സ്കോർ വന്നാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നോക്കാം. ആൻഡ് ഫൈനലി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസും ഫോറസ്ട്രിയുമാണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞിടത്ത് 335 ഏകദേശം, ഇത് സ്റ്റാർ ആണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എല്ലാ കൊല്ലങ്ങളിലും നമുക്ക് അപ്രോക്സിമേറ്റേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും അതൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഇന്ന സ്കോർ റേഞ്ച് ആണെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ട് എന്നുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശരിക്കും നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുക, ഫോറസ്ട്രി ആണ്. ഫോറസ്ട്രി ഈ പറഞ്ഞ പോലെ കേരളത്തിൽ വെള്ളാനിക്കര തൃശ്ശൂർ തന്നെയുള്ള ഫോറസ്ട്രീൻ്റെ കോളേജാണ്. KAUവിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പം 16,669 ആയിരുന്നു അവിടുത്തെ നീറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏകദേശം 412-നടുത്താണ് വന്നത്. അപ്പം ഇത് നീറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമ്മളിതിനെ ബാക്കി അപ്ഡേറ്റ്സ് നമുക്ക് അറിയില്ല. എന്നാലും നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും പോലും നിങ്ങൾക്കിത് ഈ ഒരു റേഞ്ച് നമുക്ക് പല കോഴ്സുകൾക്ക് വേണ്ടിയുള്ളതിന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് നീറ്റ് സ്കോർ വഴി നമുക്ക് അടുത്ത ഇതിലേക്ക് കയറാനുള്ള നമ്മുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. സോ ഇനിയിപ്പം ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നമുക്കിനി വരുന്ന വഴിയിൽ നമുക്ക് അറിയിക്കാം. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൾ.